പ്രഭാത വാർത്തയിലേക്ക് വിശദമായി നേരത്തെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം കടക്കുന്നത്. 24 അതിരപ്പള്ളി പ്രാദേശിക ലേഖകൻ റൂബിൻ ലാലിന് നേരെ വനം വകുപ്പിന്റെ പ്രതികാര നടപടി. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ റൂബിൻ ലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അർദ്ധരാത്രി വീട് വളഞ്ഞായിരുന്നു പോലീസിന്റെ നടപടി. ഇന്നലെ കാട്ടുപന്നിയെ വാഹനം ഇടിച്ചതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ റൂബിൻ ലാലിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചിരുന്നു. ഇതിൽ വനമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഉദ്യോഗസ്ഥരുടെ ഒത്തുകളി. റൂബിൻ ലാലിനെതിരെ വനംവകുപ്പും കേസെടുത്തിട്ടുണ്ട്. എസ് ശ്രീകാന്ത് നൽകും തൃശ്ശൂരിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ. ശ്രീകാന്ത്, ഇപ്പോൾ കേസ് മൊത്തത്തിൽ തിരിഞ്ഞു. ഇന്നലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയായിരുന്ന ഒരാൾക്കെതിരെയായ മർദ്ദനം, അത് വനവകുപ്പിന്റെ ഭാഗത്തുനിന്നും അതിൽ മന്ത്രി ഇടപെടുന്നു, ഒരു അന്വേഷണം ഉണ്ടാകുന്നു, മന്ത്രി പ്രഖ്യാപിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ രീതിയിലുള്ളൊരു വ്യാജ പരാതി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും റൂബിനെതിരെ ഉണ്ടാവുന്നത്. അതിൽ പോലീസിന്റെ വളരെ പെട്ടെന്നുള്ള ആക്ഷൻ ഉണ്ടാവുന്നു. വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം. എന്താണ് അവിടെ സംഭവിച്ചത്? പ്രജിൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇതുപോലൊരു പോലീസ് സ്റ്റേഷൻ ആ കാലത്ത് കേരളത്തിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയില്ല. ഇവിടുത്തെ CI ഇത് ഭരിക്കുന്നത് ആൻഡ്രിക് ആണ്. ഇവിടുത്തെ CIയുടെ പേര് ആൻഡ്രിക് എന്നാണ്. ആൻഡ്രിക്കിന്റെ നിയമങ്ങളാണ് ഇവിടെ നടപ്പിലാകുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളോ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളോ അല്ലെങ്കിൽ നാട്ടിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയോ അത്തരത്തിൽ യാതൊന്നും നടപ്പിലാകാത്ത, നിലനിൽക്കാത്ത സ്ഥലമാണ് ഈ തൃശൂർ റൂറലിൽ വരുന്ന ആൻഡ്രിക്കിന്റെ SHO CI കൂടിയായ ആൻഡ്രിക്കിന്റെ ചുമതലയിൽ വരുന്ന, ആൻഡ്രിക്കിന്റെ കൈക്കുള്ളിൽ വരുന്ന ഈ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത്. കാരണം ഇനി ഇതിന്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ, ഇന്നലെ രാത്രി ഈ റൂബിൻ ലാലിന്റെ അമ്മ വയ്യാതെ കിടക്കുന്ന സ്ത്രീയാണ്. റൂബിൻ ലാലിന്റെ അമ്മ വയ്യാതെ കിടക്കുന്ന സമയത്ത് റൂബിൻ ലാലിനെ ആരും അറിയാതെ വീട്ടിൽ കയറി ആൻഡ്രിക്കിന്റെ നേതൃത്വത്തിൽ പിടിച്ചുകൊണ്ടു പോവുകയാണ് ഉണ്ടായത്. ഇയാളുടെ ചെരുപ്പെടുക്കാൻ അനുവദിച്ചില്ല, ഇയാളുടെ വസ്ത്രം എടുക്കാൻ അനുവദിച്ചില്ല, ഇയാൾക്ക് വീട്ടിലൊന്ന് പറയാൻ പോലും സമ്മതിച്ചില്ല. ഒരു സാധാരണ പൗരനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും അവരുടെ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുൻപാകെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ പോലും അവർക്ക് കൃത്യമായ വിവരം നൽകണം എന്നുള്ളതാണ് ചട്ടം. ആ ചട്ടം പോലും, അറസ്റ്റ് ചെയ്യുമ്പോഴുള്ള ചട്ടം പോലും ഈ ആൻഡ്രിക്ക് ലംഘിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വീട്ടുകാർ അറിയുന്നില്ല ആൻഡ്രിക്ക് ഇത്തരത്തിൽ ഈ ആളെ, ഈ റൂബിൻ ലാലിനെ കസ്റ്റഡിയിലെടുത്ത കാര്യം. CI ആൻഡ്രിക്ക് നേരെ റൂബിൻ ലാലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഈ റൂബിൻ ലാൽ ഉണ്ട് എന്നുള്ള കാര്യം വീട്ടുകാർക്കും അറിയില്ല, കാണാനില്ല ആൻഡ്രിക്കിന്, ഈ റൂബിൻ ലാലിനെ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴാണ് ഇവിടെ റൂബിൻ ലാൽ ഉള്ള വിവരം അറിയുന്നത്. അത്രയും സമയം ഒരു രേഖകളുമില്ലാതെ, ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ പാസ് ചെയ്യാതെ CI ആൻഡ്രിക്ക് അടിയന്തരാവസ്ഥ കാലത്തെ നിയമങ്ങളെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ റൂബിൻ ലാൽ എന്ന മാധ്യമ പ്രവർത്തകനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇതുപോലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, നഗ്നമായ നിയമലംഘനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പക്ഷേ കേരള പോലീസിൽ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. നേരത്തെ പാലക്കാട് SI റെനീഷ് എന്ന വ്യക്തി സമാനമായ രീതിയിൽ ഒരു അഭിഭാഷകനോട് മോശമായി സംസാരിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആ കേസ് പരിഗണിക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. ആ ഘട്ടത്തിൽ പോലീസിന് വേണ്ടി DGP കയറി പറഞ്ഞ കാര്യം പോലീസിന്റെ മൊറേലിനെ ബാധിക്കും ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയുടെ ഭാഗത്തൊന്നും പരാമർശങ്ങൾ വന്നാൽ എന്നുള്ളതാണ്. അന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾക്കെല്ലാം നിങ്ങളുടെ മൊറേലിനെ ബാധിക്കും എന്നാണ് നിങ്ങൾക്ക് മറുപടിയെങ്കിൽ ആ മൊറേലങ്ങ് പോകട്ടെ എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുകയുണ്ടായത്. ഇനി ഈ വിവരത്തിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണ് നമ്മുടെ പ്രാദേശിക ലേഖകൻ റൂബിൻ ലാൽ ഈ അതിരപ്പള്ളിയിൽ വരുന്നത്. ഒരു പന്നി വാഹനം ഇടിച്ച് കാട്ടിനുള്ളിൽ, ഈ കാടിന്റെ സൈഡ്, റോഡിന്റെ സൈഡിലുള്ള കാട്ടിലേക്ക് കിടക്കുന്നു. ആ സ്ഥലത്തേക്ക് റൂബിൻ ലാൽ എത്തുന്നു. അതിരപ്പള്ളി സ്ഥിരം വന്യജീവി ഭീഷണിയുള്ള സ്ഥലമാണ്. വന്യജീവികളുടെ ശല്യം കാരണം ആളുകൾക്ക് പൊറുതിമുട്ടുന്ന സ്ഥലമാണ്. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോ പോലീസോ ഈ മേഖലയിൽ ഇങ്ങനെയൊരു സംഭവം നടന്നാൽ തിരിഞ്ഞുപോലും നോക്കാറില്ല. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ ഇവിടുത്തെ ആദിവാസികളും ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളും വിളിക്കാറുള്ളത്. ഈ വാർത്തയൊന്ന് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ്
ഉറക്കപ്പായിലാണ് ഈ റുബിൻലാൽ ഇറങ്ങി ചെല്ലുന്നത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി. ചെല്ലുമ്പോഴാണ് അവിടെ ബീറ്റ് ഓഫീസർ ജാക്സൺ നിൽക്കുന്നത്. ഈ വനം വകുപ്പിലെ ബീറ്റ് ഓഫീസറാണ് ജാക്സൺ നിൽക്കുന്നത്. വീഡിയോ എടുക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവർ ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇവർക്ക് സുഖമായി കിടന്നുറങ്ങിയിരുന്ന, ഈ മഴയത്ത് സുഖമായി കിടന്നുറങ്ങിയിരുന്ന ജാക്സൺ അടക്കമുള്ളവർക്ക് ഇറങ്ങി വരേണ്ടി വന്നു. ഈ പന്നിയുടെ ശവശരീരം അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. വെളുപ്പാങ്കാലത്തിറങ്ങി പണിയെടുക്കേണ്ടി വന്നു. അതൊന്ന്. മുൻപ് ഇവിടെ ആന ഇറങ്ങി വലിയ ശല്യമുണ്ടായ മേഖലയാണ് ഇവിടം. ഈ ആന ഇറങ്ങുന്ന സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ അവർ ഫോൺ എടുക്കില്ല. രാത്രി കാലങ്ങളിൽ ആന ഇറങ്ങും, വീടുകൾക്ക് നാശമുണ്ടാക്കും, കൃഷിനാശമുണ്ടാക്കും, ജനങ്ങളുടെ ജീവനും സ്വത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കും. ആ സമയത്ത് വനം വകുപ്പിന്റെ ഓഫീസിലേക്ക് ഫോൺ ചെയ്താൽ ഫോൺ എടുക്കില്ല ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ആ ഘട്ടത്തിൽ പിന്നെ അവർ വിളിക്കുന്നത് മാധ്യമപ്രവർത്തകരെയാണ്, റൂബിൻലാലിനെയാണ്. ഈ മേഖലയിലെ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അന്ന് റൂബിൻലാൽ ഇത് നിരവധി തവണ അതിരപ്പള്ളിയിലെ ഈ വന്യജീവി ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ആദിവാസികൾ, ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ദേഷ്യം, അതിന്റെ പക വനവകുപ്പിനുണ്ടായിരുന്നു. പല തവണ റൂബിൻലാലിനെ അവർ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു അവസരം കിട്ടിയപ്പോൾ അവർ റൂബിൻലാലിനെ വ്യാജ പരാതി നൽകിയപ്പോൾ ശ്രീകാന്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ ഇങ്ങനെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ അത് തടയുന്നു, മർദ്ദിക്കുന്നു, ഒപ്പം തന്നെ ഇതിൽ നിന്ന് ഇവിടുന്ന് പോകണമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നു. എന്താണ് യഥാർത്ഥ സംഭവം എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാണ്. അതായത് ഒരു കാട്ടുപന്നിയെ വാഹനം ഇടിച്ചത് പരിക്കേറ്റ ഉണ്ടാവുന്നു. ആ വാർത്ത, ആ ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്യാൻ റൂബിൻ അവിടെ ചെല്ലുന്നു. ആ സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നു. വനം മന്ത്രി ആ വിഷയത്തിൽ ഇടപെടുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാൻ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് വനമന്ത്രി പറയുന്നുണ്ട്. അങ്ങനെ മന്ത്രി ഇടപെട്ടൊരു കേസിലാണ് വനംവകുപ്പിന്റെ ഈ രീതിയിലുള്ള ഒരു പുതിയ ഒത്തുകളി ഉണ്ടായിരുന്നത്. പോലീസുമായി ചേർന്നുകൊണ്ട് ഒരു പരാതി നൽകുന്നു. അതിൽ വ്യാജ പരാതിയാണെന്ന് വ്യക്തവുമാണ് ഈ ഘട്ടത്തിൽ. അതിൽ പോലീസിന്റെ ഏറ്റവും പെട്ടെന്നുള്ളൊരു ക്വിക്ക് ആക്ഷൻ ഉണ്ടാവുന്നു. ഒരു വലിയ പിടികിട്ടാപ്പുള്ളിയെ പിടിക്കുന്നത് പോലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണ് സംഭവിച്ചത്. ഇതല്ലേ യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ഇന്നലെ? പ്രജൻ, ഇതിലൊരു കാര്യമുള്ളത്, ഈ ഉദ്യോഗസ്ഥർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും അവരുടെ പണിയെടുത്താൽ മാധ്യമപ്രവർത്തകർക്ക്, റുബിൻലാലിനൊന്നും തന്നെ ഈ അതിരപ്പള്ളിയിലെ വനമേഖലയിലേക്ക് വന്ന് അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് വന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരില്ല. അവർ ഇവിടെ വരുന്നത് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ വിഷമങ്ങൾ, അവരുടെ ദുരിതങ്ങൾ പറയാനാണ്. ഈ വനമുദ്യോഗസ്ഥരെ അത് കൃത്യമായി ചെയ്താൽ അവർക്ക് ഇങ്ങോട്ട് വരേണ്ട യാതൊരു ആവശ്യവുമില്ല. തന്റെ ജോലി ചെയ്യാനാണ് ഇന്നലെ റൂബിൻലാൽ വന്നത്. അതിനിടയ്ക്ക് ജാക്സൺ, ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ ജാക്സൺ റൂബിൻലാലിനെ പിടിച്ച് തള്ളി. ഒന്നാമത്തെ കാര്യം അതാണ്. വീഡിയോ നീ എടുക്കരുത് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അസഭ്യം പറയുന്നുണ്ട്. നീ വനമേഖലയിലേക്ക് കയറരുതെന്ന് പറയുന്നു. ആ ഓഡിയോയിൽ തന്നെ കേൾക്കാം, ഞാൻ വനമേഖലയിലല്ല, ഞാൻ PWD റോഡിലാണ് നിൽക്കുന്നത് എന്ന് റൂബിൻലാൽ അപ്പോൾ തന്നെ മറുപടിയും കൊടുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിലവിൽ റൂബിൻലാലിനെതിരെ ഒരു വ്യാജ പരാതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിനിടയിൽ ഈ രാവിലെ ഇതേപോലെ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ മന്ത്രിയുമായി ബന്ധപ്പെട്ടു. മന്ത്രി നമുക്ക് പ്രതികരണവും തന്നു. ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടി എടുക്കും എന്ന് മന്ത്രി തന്നെ പറയുന്നു. ഏതാണ്ട് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ വനം വകുപ്പ് മന്ത്രിക്ക്, സംസ്ഥാനത്തെ വനം വകുപ്പ് മന്ത്രിക്ക് പുല്ലുവില നൽകി ഒരു ബീറ്റ് ഓഫീസർ വ്യാജ പരാതി നൽകുകയാണ് പോലീസ് സ്റ്റേഷനിൽ. തന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് മറ്റൊരു പരാതി നൽകുന്നത്. ഒരു പരാതി കിട്ടിയാൽ അത് പരിശോധിച്ച ശേഷമാണ് FIR ഇടേണ്ടതും അതിൽ കേസെടുക്കേണ്ടതും. പക്ഷേ ഇവിടെ ആൻഡ്രിക്ക് ചെയ്തത്, അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ CI ആൻഡ്രിക്ക് ചെയ്തത്, ഒരു പരാതി ഒരു പേപ്പറിൽ കിട്ടി, രാത്രി കയറി അറസ്റ്റ് ചെയ്യുക, ഇവിടേക്ക് കൊണ്ടുവരിക എന്ന രീതിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇനി ഈ വനവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മധ്യമേഖല CCF ആണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനിരുന്നത്. അങ്ങനെ തനിക്ക് ആ റിപ്പോർട്ട് എതിരാകുമോ എന്നൊരു ഭയം ഈ വ്യക്തിക്കുണ്ടായിരുന്നു, ഈ ജാക്സൺ ഉണ്ടായിരുന്നു, വനം വകുപ്പിന്റെ ബീറ്റ് ഓഫീസർ ജാക്സൺ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഗൂഢാലോചന തുടങ്ങുന്നത്. ഏതെങ്കിലും തരത്തിൽ ആ റിപ്പോർട്ട് തനിക്കെതിരായി ജോലി പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ ഒരു ബുദ്ധി വേണം. അതിന് ആദ്യം തന്നെ പരാതി നൽകുക, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നൊരു പരാതി നൽകുക, അസഭ്യം പറഞ്ഞു എന്ന് പരാതി നൽകുക, അടിക്കാൻ പിടിച്ചു എന്ന് പരാതി നൽകുക. അപ്പോൾ പിന്നെ കൗണ്ടർ കേസായി.
അതോടുകൂടി ഒത്തുതീർപ്പാകും, ഈ പരാതി ആ വഴിക്ക് പോവുകയും ചെയ്യും. ഇതായിരുന്നു അവരുടെ ഗൂഢാലോചന. അതിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO ആയ ആൻഡ്രിക്കും ഒത്തുചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ റുബിൻ ലാലിന്റെ അറസ്റ്റ് നടന്നിട്ടുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ അതിരപ്പള്ളി മേഖലയിലെ ആദിവാസികളുടെ ക്ഷേമത്തിനും പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങൾക്കും അതിശക്തമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തി കൂടിയാണ് റുബിൻ ലാലിന്റെ പിതാവ്. ആ കുടുംബം ഒന്നാകെ തന്നെ ഈ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളവർ കൂടിയാണ്. കേവലം തുടരുക. അപ്പോൾ വ്യക്തമാണ്, കുറെ കാലങ്ങളായി തങ്ങളുടെ കണ്ണിലെ കരടായ ഒരാൾക്കെതിരെ വ്യാജമായ ഒരു പരാതി ഉണ്ടാക്കുക, അതിൽ അയാളെ കുടുക്കുക, അറസ്റ്റ് ചെയ്യുക, ഇതായിരുന്നു വനംവകുപ്പിന്റെയും പോലീസിന്റെയും ഒക്കെ നീക്കം. അതിൽ രണ്ടുപേരും ഒരുപോലെ ഒത്തുകളിക്കുന്നു, ആ രീതിയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. സൂരജ് സജിയോട് ചേരുന്നുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ. സൂരജ്, കാര്യങ്ങൾ വ്യക്തമാണ് ഇതിനോടകം തന്നെ, പക്ഷേ ഇന്നലെ സംഭവിച്ചത് എന്താണ് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണം. ഇന്നലെ ആ സമയത്ത് സൂരജ് കൂടിയുടെ അവിടെ ഉണ്ടായതാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സംഭവങ്ങൾ, അതായത് ഒരു വാഹനം ഇടിച്ച് ഒരു കാട്ടുപന്നി വഴിയോരത്ത് കിടക്കുന്നു, അല്ലെങ്കിൽ കാട്ട് പാതയോരത്ത് കിടക്കുന്നു, അത് റിപ്പോർട്ട് ചെയ്യുക, ഒരു വാർത്തയാണ്, അത് റിപ്പോർട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് റൂബിൻ അവിടെ ചെല്ലുന്നത്. ആ രീതിയിൽ അതിരപ്പള്ളി മേഖലയിൽ ഇത്തരം വാർത്തകൾ 24 വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്ന പ്രാദേശിക ലേഖനാണ് റുബിൻ ലാൽ. അങ്ങനെ അത് ചെയ്യാൻ പോകുമ്പോൾ സമയത്താണ് ഈ രീതിയിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെടുന്നത്. അപ്പോൾ അങ്ങനെ ഇടപെടേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം ഒന്ന്. പിന്നീട് ആ കാര്യം ബോധ്യപ്പെട്ടാണ് മന്ത്രി തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടതും. നമ്മുടെ കയ്യിൽ ദൃശ്യങ്ങളുണ്ട്, എന്താണ് ഇന്നലെ അവിടെ സംഭവിച്ചെന്ന കാര്യം ഇപ്പോൾ പ്രേക്ഷകർക്ക് അത് കാണുകയും ചെയ്യാം. അപ്പോൾ അതിൽ കൃത്യമായൊരു പ്രതികാര നടപടി ഉണ്ടാവുക, ഈ കേസിൽ നിന്നും രക്ഷപ്പെട്ടു പോവുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നൊരു വ്യാജ പരാതി വനവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയത് എന്ന കാര്യം വ്യക്തമല്ലേ സൂരജ്? പ്രജിൻ, ഇന്നലെ രാവിലെയാണ് ഈ കാട്ടുപന്നി റോഡിൽ വാഹനം ഇടിച്ച് കിടക്കുന്ന വിവരം റൂബിന് ലഭിക്കുന്നത്. അങ്ങനെയാണ് റൂബിൻ അവിടെ ദൃശ്യങ്ങൾ പകർത്താൻ ചെല്ലുന്നത്. സമയത്ത് PWD റോഡാണ്, ആ PWD റോഡിൽ നിന്നാണ് റൂബിൻ ദൃശ്യങ്ങൾ പകർത്തുന്നത്. പക്ഷേ ഈ മുൻവൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ റൂബിനെ തടയുകയാണ്. റൂബിന്റെ ഫോൺ തട്ടിപ്പിക്കുന്നു, അതിനുശേഷം റൂബിനെ മർദ്ദിക്കുന്നു. ഇന്നലെ ഇത്തരത്തിൽ റൂബിനെ മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. അതിനുശേഷം റൂബിൻ ഈ വിവരം നമ്മളോട് കഴിഞ്ഞപ്പോഴും നമ്മൾ ആലോചിച്ചു. പക്ഷേ ഇത് തുടർച്ചയായി അതിരപ്പള്ളി മേഖലയിൽ ഈ വനംവകുപ്പിന്റെ ഭാഗത്ത് നമുക്കെതിരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. നേരത്തെയും റൂബിനെ പരസ്യമായ അസഭ്യം പറയുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ വാർത്ത ഓണയറിൽ കൊടുക്കുന്നത്. അതിനുശേഷമാണ് ഈ വിഷയത്തിൽ വനം മന്ത്രിയുടെ ഒരു ഇടപെടൽ വരുന്നത്. മുഖ്യമേഖല CCF തന്നെ ഈ വിഷയം അന്വേഷിക്കട്ടെ എന്ന് വനമന്ത്രി തന്നെ നിർദ്ദേശിക്കുന്നു. കുറ്റക്കാരെങ്കിൽ കർശന നടപടി എന്നത് വനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇതിന് പിന്നാലെ ഈ ജാക്സൺ നമ്മളെയും ഫോണിൽ ബന്ധപ്പെട്ടു. ജാക്സൺ തന്നെ സമ്മതിക്കുന്നുണ്ട്, നമ്മളോട് ഫോണിൽ സംസാരിക്കുമ്പോൾ ജാക്സൺ തന്നെ സമ്മതിക്കുന്നു. അതായത് റൂബിൻ ലാലിനെ ഞാൻ പിടിച്ചു തള്ളി എന്ന് ഈ ജാക്സൺ തന്നെ സമ്മതിക്കുകയാണ്. അവിടെ ഏത് തരത്തിലുള്ള കയ്യേറ്റമാണ് നടന്നതെന്ന് ജാക്സൺ തന്നെ വിശദീകരിക്കുന്നുണ്ട്. റൂബിൻ വിഷ്വൽ എടുക്കാൻ ശ്രമിക്കുന്നു, ആ സമയത്ത് ഞാൻ റൂബിനെ തള്ളി എന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അത് ഈ ഇത്തരത്തിലൊരു നെഗറ്റീവ് വാർത്ത ആയിരിക്കാം എന്ന് കരുതിയാണ് ചെയ്തത്. അത് ഏതെങ്കിലും വിഷയം പരിഹരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിനകത്തേക്കുള്ള കടന്നുകയറ്റമാണ്. അത്തരത്തിൽ തന്നെയാണ് ഈ വാർത്ത നമ്മൾ പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ട് തന്നെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ജാക്സണോട് പറയുന്നു. അതിനുശേഷവും ഈ വനം മന്ത്രി ഈ നിലപാട് കർശനമാക്കിക്കൊണ്ട് തന്നെ CCF-ന് ഈ അന്വേഷിക്കുന്നതിനുള്ള ഉത്തരവെല്ലാം ഇറക്കുന്നു. ഇതിനുശേഷം, അതായത് ഇതെല്ലാം നടക്കുന്നത് ഒരു 9 മണി സമയത്താണ് ഈ വനം മന്ത്രിയുടെ ഇടപെടലെല്ലാം നടക്കുന്നത്. അതിനുശേഷം ഒരു 12 മണിയോട് കൂടിയാണ് ഇത് സംബന്ധിച്ച് അതിരപ്പള്ളി പോലീസിൽ ഒരു പരാതി എത്തുന്നത്. അതും ഒരു വെള്ളക്കടലാസിൽ എഴുതി നൽകിയ പരാതി. ആ സമയം CI ആ സ്റ്റേഷനിലില്ല. അത് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുകയാണ്. ശരി, റിലാക്സ് ചെയ്യാം. എന്തായാലും ആ കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ഇന്നലെ നടന്ന ആ സംഭവത്തിൽ ഒരു പ്രതികാര നടപടി എടുക്കുക എന്നതായിരുന്നു വനവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. ആ രീതിയിൽ ഒരു വ്യാജ പരാതി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൂര്യ സൂചിപ്പിച്ചതുപോലെ പോലീസിന് നൽകുന്നു. ആ പരാതി എടുത്തുകൊണ്ട്, ആ പരാതിയിൽ കേസെടുത്തുകൊണ്ട് പോലീസ് പെട്ടെന്ന് തന്നെ നടപടികളിലേക്ക് കടക്കുന്നു. പോലീസ് എത്തി വീട് വളഞ്ഞ് റൂബിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇതാണ് സംഭവിച്ചത്. ഇപ്പോൾ മറ്റെന്തൊക്കെ വകുപ്പുകളിൽ ചുമത്തിയിട്ടുണ്ടെന്ന കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ വ്യക്തമാവും. എന്താണ് അടുത്ത പോലീസിന്റെ നടപടി എന്ന കാര്യം കൂടി വ്യക്തമാവും. ശക്തമായി തന്നെ ഇതിലുള്ള പ്രതിഷേധം 24 രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഇത്തരം വാർത്തകൾ സംഭവിച്ചാൽ അത് കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമെന്നും അറിയിക്കുന്നു. 24 അതിരപ്പള്ളി പ്രാദേശിക ലേഖകൻ റൂബിൻ ലാലിനെതിരെ വനവകുപ്പിന്റെ പ്രതികാര നടപടി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന വ്യാജ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അർദ്ധരാത്രി വീട് വളഞ്ഞായിരുന്നു റൂബിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി. ശ്രീകാന്ത്, ഇപ്പോൾ ഈ FIR-ന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ആ FIR-ൽ പറയുന്നുണ്ട്? എന്തൊക്കെ വകുപ്പുകൾ അടക്കമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്? ഈ FIR സംബന്ധിച്ച് വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ഇങ്ങനെയാണ്. അത് 2 FIR-കൾ ഇട്ടിട്ടുണ്ട്. അതിൽ റൂബിൻ ലാലിനെതിരെ ഇട്ടിരിക്കുന്ന FIR-ൽ
341 വകുപ്പ്, 323 വകുപ്പ്, 294B, 506, 353 ഇത്രയും വകുപ്പുകളാണ് റൂബിൻ ലാലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അതായത് ഈ കേസിലെ ഇരയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആവലാതിക്കാരൻ ബീറ്റ് ഓഫീസറായി ജോലി ചെയ്യുന്ന കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെ കീഴിലുള്ള ചിക്ലായി 10/6 പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത റിസർവ് ഫോറസ്റ്റിൽ വെച്ച് വാഹനാപകടത്തിൽ പരിക്ക് പറ്റിയ കാട്ടുപന്നിയെ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നതിനായി ശ്രമിക്കുന്ന സമയം പ്രതി ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും തടഞ്ഞതിലുള്ള വിരോധത്താൽ ആവലാതിക്കാരനെ തടഞ്ഞു നിർത്തി അസഭ്യവാക്കുകൾ ഉപയോഗിച്ച് കഴുത്തിൽ പിടിച്ചു തള്ളി ഞാൻ ഈ നാട്ടുകാരനാണടാ, കൂടുതൽ കളിച്ചാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആവലാതിക്കാരന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. ഇതാണ് പറയുന്നത്. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ റൂബിൻ ലാൽ എന്തിന് ഒരു വിഷയം വരുമ്പോൾ രണ്ട് അഭിപ്രായമുണ്ടാകും. റൂബിൻ ലാൽ എന്തിനവിടെ പോയി? മാധ്യമപ്രവർത്തകനാണെന്ന് കരുതി എന്തും ചെയ്യാമോ, നിങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യവുമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രണ്ട് അഭിപ്രായമുണ്ടാകും. അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഈ മേഖലയിൽ, അതിരപ്പള്ളി മേഖലയിൽ വർഷങ്ങളായി ഇത്തരം സമര പോരാട്ടങ്ങൾക്ക്, പരിസ്ഥിതി സംബന്ധമായ സമര പോരാട്ടങ്ങൾക്ക്, ആദിവാസി സംബന്ധമായ വിഷയങ്ങൾ സംബന്ധമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കുടുംബമാണ് റൂബിൻ ലാലിന്റെ കുടുംബം. റൂബിൻ ലാലിന്റെ അച്ഛനടക്കമുള്ളവർ ആ വിഷയത്തിൽ ഈ മേഖലയിൽ വലിയ തോതിൽ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളാണ്. രണ്ട്, ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഈ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ പണി കൃത്യമായി എടുത്തെങ്കിൽ റൂബിൻ ലാൽ ഒരിക്കലും ആ മേഖലയിലേക്ക് വരേണ്ട ആവശ്യമില്ല. വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി വരികയേ വേണ്ട. ഈ റൂബിൻ ലാൽ എന്ന വ്യക്തി, മാധ്യമപ്രവർത്തകൻ, 24ന്റെ പ്രാദേശിക ലേഖകൻ ആ സ്ഥലത്തെത്തുന്നത് ആരെങ്കിലും ക്ഷണിച്ചിട്ടോ ആരെയെങ്കിലും ഉപദ്രവിക്കാനോ അല്ല. പൊതുജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഉപദ്രവകാരികളായ വന്യജീവികൾ ഇറങ്ങുന്നു, ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല, വനം വകുപ്പിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചാൽ അവരെത്തുന്നില്ല. ശ്രീകാന്ത്, അതോടൊപ്പം തന്നെ ആ ഉള്ളടക്കത്തിൽ ഇപ്പോൾ ശ്രീകാന്ത് പറഞ്ഞ ഉള്ളടക്കത്തിൽ കാര്യങ്ങൾ വ്യക്തമാണ്. അതിൽ കൃത്യമായി തന്നെ പറയുന്നു, ഈ കാട്ടുപന്നിയെ ചികിത്സിക്കാനായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്ത് പ്രതി, അതായത് റൂബിനെയാണ് പ്രതി എന്ന് ഉദ്ദേശിക്കുന്നത്, ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും തടഞ്ഞു എന്ന് കൃത്യമായി അവിടെ പറയുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും തടഞ്ഞിട്ടുണ്ട് ഉദ്യോഗസ്ഥർ. ആ സമയത്താണ് ഇങ്ങനെ ആൾക്കാരെ ഈ രീതിയിൽ പ്രതി ഇങ്ങോട്ട്, അതായത് റൂബിൻ ഇങ്ങോട്ട് ചില അസഭ്യവാക്കുകൾ പറഞ്ഞു എന്ന് പറഞ്ഞത്. നേരെ തിരിച്ചു എന്താണ് സംഭവിച്ചത് അവിടെ, അതിനെ നേരെ തിരിച്ചാണ് ഈ രീതിയിൽ ഒരു പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അത് തന്നെയാണ് FIRന്റെ ഉള്ളടക്കവും, അല്ലേ? തീർച്ചയായും. കാരണം അവിടെ നടന്നത് എന്താണ് എന്നുള്ളതിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. ഒരുപക്ഷെ ഈ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ CI ആൻഡ്രിക്ക്, അദ്ദേഹം ഈ FIR എഴുതുന്നതിൽ കുറച്ച് അധികം കലാകാരനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഒരു പക്ഷേ നമ്മുടെ കൈവശം ഈ ദൃശ്യങ്ങളുള്ള കാര്യം ഒരു പക്ഷെ അറിയില്ലായിരിക്കണം. ഇതിന്റെ പൂർണ്ണമായ ദൃശ്യങ്ങൾ നമ്മുടെ കൈകളിൽ ഉണ്ടെന്നും നിയമപരമായി നീങ്ങുമ്പോൾ നമ്മൾ കോടതിയിൽ ഇത് സമർപ്പിക്കുമെന്നും അദ്ദേഹത്തിന് ഒരു പക്ഷേ അറിവില്ലായിരിക്കണം. അല്ലെങ്കിൽ ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകണം. അതിനാലായിരിക്കണം അദ്ദേഹം ഈ കടുങ്കൈ ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണോ, ഇരയ്ക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരനൊപ്പം നിന്ന് ഇരയെ കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ഈ സ്റ്റേഷനുള്ളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന പണിയാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. ശരി ശ്രീകാന്ത്, അതായത് മാധ്യമപ്രവർത്തകരുടെ ജോലിയാണ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുക, ദൃശ്യങ്ങൾ പകർത്തുക എന്നുള്ളത്. അത് തടഞ്ഞു എന്ന് സമ്മതിക്കുന്ന രീതിയിൽ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞു എന്ന് സമ്മതിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ പരാതി. ആ പരാതിയിലാണ് ഇപ്പോൾ റൂബിനെതിരെ, മാധ്യമപ്രവർത്തകനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. കൃത്യമായി ഒരു പ്രതികാര നടപടി ഉണ്ടാക്കുക, ആ രീതിയിൽ മന്ത്രി അടക്കം ഇടപെട്ട വിഷയത്തിൽ രക്ഷപ്പെട്ടു പോവുക എന്നൊരു ഉദ്ദേശം അതിന് പിന്നിലുണ്ടായിരുന്നു. അതിന് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒരുമിച്ച് ഒത്തുകളിച്ചാണ് ഈ അറസ്റ്റ് നാടകങ്ങളെല്ലാം ഉണ്ടായത് എന്ന കാര്യവും വ്യക്തവുമാണ്. എന്തായാലും ഈ രീതിയിൽ കേസെടുത്തുകൊണ്ട്, വ്യാജ പരാതിയിൽ കേസെടുത്തുകൊണ്ട് ജയിലിലടച്ചുകൊണ്ടോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ടോ മാധ്യമപ്രവർത്തനത്തെ ഒരു രീതിയിലും തടയാൻ സാധിക്കില്ല. ഇനിയും വാർത്തകളുണ്ടായാൽ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും, അത് പൊതുജന സമക്ഷം കൊണ്ടുവരികയും ചെയ്യും. ഇതാണ് നമ്മുടെ ലക്ഷ്യം, ഇതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ശ്രീകാന്തും സൂര്യസജിയുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. ആലുവയിൽ 12 വയസ്സുകാരിയെ കാണാതായ കേസിൽ ആൺ സുഹൃത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. മുർഷിദാബാദ് സ്വദേശിയായ മലീക്കിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തും. പെൺകുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടു. 12 വയസ്സുകാരിയും മലീക്കും തമ്മിൽ കഴിഞ്ഞ 2 വർഷമായി അടുപ്പത്തിലായിരുന്നു. ബംഗാളിലേക്ക് കൊണ്ടുപോകണമെന്ന കുട്ടിയുടെ ആവശ്യപ്രകാരമാണ് മലീക് കേരളത്തിലേക്ക് എത്തിയത്. ഇന്നലെ 5:30 കുട്ടിയുമായി അങ്കമാലിയിലേക്ക് എത്തി. ബന്ധുവിന്റെ വീട്ടിൽ തങ്ങിയ ശേഷം ബംഗാളിലേക്കുള്ള ട്രെയിനിൽ പോകാനായിരുന്നു തീരുമാനം. ഇതിനിടയിലാണ് പോലീസ് പിടികൂടിയത്. ഈ പെൺകുട്ടി 2 വർഷമായിട്ട് ഈ പയ്യനുമായിട്ട് അടുപ്പമുണ്ട്.
നാട്ടിൽ വെച്ച് തന്നെ മുർഷിദാബാദ് അവരുടെ നാട്ടിൽ വെച്ച് തന്നെ അവരുടെ നാടിനടുത്ത് തന്നെ ഉള്ള പയ്യനാണ്. ഈ പെൺകുട്ടി അവിടെയാണ് താമസിച്ചിരുന്നത്. അങ്ങനെ അവൻ പയ്യനോട്ടാണ് രണ്ടുപേരും പ്രണയത്തിലാണ്. അതനുസരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ബാക്കിയുള്ള പോക്സോപരമുള്ള നടപടിക്രമങ്ങളെല്ലാം പോവും. അബ്ഡക്ഷൻ നിൽക്കും. ബാക്കി ഇനിയും മെഡിക്കൽ പരിശോധന നടത്തുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വരും. സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണെങ്കിലും പെൺകുട്ടിക്ക് പ്രായമാകാത്തതിനാൽ യുവാവിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തും. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകുമെന്ന് പോലീസ് അറിയിച്ചു. 24 കൊച്ചി. കൂടുതൽ വിവരങ്ങളുമായി സ്മിത ഹരിദാസ് ആലുവയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. സ്മിത, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ഈ ആലുവയിൽ ഈ സംഭവം അത് നമ്മളെ ഇന്നലെ ചെറിയ രീതിയിൽ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുന്നു. കാരണം നമ്മുടെ മനസ്സിലുള്ളത് കഴിഞ്ഞ വർഷം നടന്ന പെൺകുട്ടിയുടെ മരണമാണ്, ആ കൊലപാതകമാണ്. ആ വാർത്ത നമ്മളിൽ ഉണ്ടാക്കി നടുക്കം അത് വലുതാണ്. ആ സമയത്ത് തന്നെ ചർച്ചയായ കാര്യമാണ് ആ മേഖലയിൽ, പ്രത്യേകിച്ചും ഈ അതിഥിത്തൊഴിലാളികളുടെയൊക്കെ വാസസ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ അത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവണമെന്ന്. അതിന് പിന്നാലെയാണ് ഈ തട്ടിക്കൊണ്ടുപോലൊക്കെ സംഭവിച്ചത്. അപ്പോൾ എന്താണ് നമുക്ക് അവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ രീതിയിലുള്ള ഒരു ഫോളോ അപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നാണോ ആ മേഖലയിൽ? പ്രജിൻ, നമ്മളിപ്പോൾ അതിരാവിലെ തന്നെ ഈ കുട്ടി താമസിച്ച കുട്ടിയുടെ വീട്ടില് മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് അതിന്റെ ഉടമയുമുണ്ട്. ആ വീട്ടുടമ അതിന്റെ പുറകിൽ ഒരു ചെറിയ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. നമ്മളിവിടെ എത്തിയപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ ഇവിടെയില്ല, കുട്ടിയുമില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചിട്ടില്ല. കാരണം നടപടിക്രമങ്ങളുണ്ട്, പിന്നെ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കണം. ആ രീതിയിലുള്ള നടപടികൾ ഉള്ളത് കൊണ്ട് തന്നെ മാതാപിതാക്കൾക്കൊപ്പം കുട്ടി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ആലുവയിലുള്ളത്. നമ്മൾ ഈ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഉള്ളത് കുട്ടിയുടെ ഒരു ബന്ധുവാണ്, അച്ഛന്റെ അനുജൻ എന്നാണ് പറഞ്ഞത്. നമ്മളോട് സംസാരിച്ചു ഈ ബന്ധു. അപ്പോൾ പറഞ്ഞത് 1 മാസമേ ആയിട്ടുള്ളൂ ഈ കുട്ടി ഇവിടെ വന്നിട്ട്. അച്ഛനും അമ്മയും 6 മാസമായിട്ട് ഈ വീട്ടിലുണ്ട്. കുട്ടിയെയും കൊണ്ട് ഈ ബന്ധു ആണ് 1 മാസം മുമ്പ് ഇവിടെ എത്തിയത്. കുട്ടിക്ക് 12 വയസ്സ് എന്നാണ് ബന്ധു നമ്മളോട് പറഞ്ഞത്. ഈ കുട്ടി 4 മണിയോടുകൂടി ഈ ജംഗ്ഷൻ വരെ പോയിട്ട് തിരിച്ചു വരുന്നത് കണ്ടു എന്ന് നമ്മളോട് ഇപ്പോൾ ഈ വീടിന്റെ ഉടമയും പറഞ്ഞു. കുട്ടി ഇവിടെ വന്ന് ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ നിൽക്കാറുണ്ട് എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ ചെറിയൊരു കുട്ടിയാണ്, 12 വയസ്സേ ഉള്ളൂ ഈ കുഞ്ഞിന്. അത് തന്നെയാണ് ഈ സംഭവത്തിന്റെ ഒരു ഗൗരവാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ കുട്ടിക്കെതിരെ ഈ 2 യുവാക്കളെ പിടികൂടി. അത് ബന്ധുക്കളാണെന്നാണ് നേരത്തെ ലഭിച്ചിരുന്ന വിവരം. പക്ഷെ നമ്മളിപ്പോൾ ഈ ബന്ധുവിനോട് ചോദിച്ചപ്പോൾ അവർ ബന്ധുക്കളല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ നാട്ടിൽ നിന്ന് വന്നവരാണ്, മുർഷിദാബാദിൽ നിന്ന് വന്നവരാണ്. ഈ മലയ്ക്കും മറ്റൊരു യുവാവുമുണ്ട്. അവർ അവിടെ നിന്ന് എത്തിയതാണ്. ഈ കുട്ടിയെ അവർ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പരാതി ഉണ്ട് അവർക്ക്. പരാതിയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് മാതാപിതാക്കളും കുട്ടിയും ഉള്ളത്. അത് കുട്ടിയെ വിട്ടയക്കുന്നതിന് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പോലീസ് കൃത്യമായി അന്വേഷിച്ചു എന്ന് തന്നെയാണ് ഈ ബന്ധു നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അങ്കമാലി എന്ന സ്ഥലത്തു നിന്ന് മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൂടെ നിന്നാണ് ഈ കുട്ടിയെ കിട്ടിയത് എന്നാണ് ഇപ്പോൾ ബന്ധു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ തീർച്ചയായിട്ടും പരാതി പിൻവലിക്കുന്നില്ല. പരാതിയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം 12 വയസ്സേ ഉള്ളൂ ഈ കുട്ടിക്ക് കൃത്യമായി കാര്യങ്ങൾ തിരിച്ചറിയാനോ ഒരു പക്വത വന്നിട്ടില്ലാത്ത കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏത് രീതിയിൽ സംഭവിച്ചു, ഈ രീതിയിലുള്ള ആ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനമെന്നാണ് ഇപ്പോൾ ബന്ധു നമുക്ക് നൽകിയ വിവരം. ഇനി മറ്റു ചില കാര്യങ്ങളിലേക്ക് കടന്നാൽ തീർച്ചയായിട്ടും കുട്ടി സമ്മതത്തോടു കൂടിയാണോ പോയത്? ദൃശ്യങ്ങളിൽ കാണുമ്പോൾ കുട്ടി തനിച്ചാണ് പോകുന്നത്. പക്ഷെ തൊട്ടടുത്ത വീട്ടിലെ ഈ വീടിന്റെ ഉടമ പറഞ്ഞത് 4 മണിയോടുകൂടി ആ ജംഗ്ഷനിൽ വരെ കുട്ടി ചെല്ലുകയും കുറച്ചൊരു സംശയം തോന്നുന്ന രീതിയിൽ കുട്ടിയെ അവിടെ കാണുകയും മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നോ എന്നൊരു സംശയമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിടുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം കുട്ടി കുറച്ചും കൂടി നന്നായി ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ആ പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. അപ്പൊ കുട്ടിക്ക് ഇത് ആ യുവാവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അക്കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ നമുക്ക് വ്യക്തത വരേണ്ടിയിരിക്കുന്നു. 1 മാസമേ ആയിട്ടുള്ളൂ കുട്ടി ഇങ്ങോട്ട് വന്നിട്ട്. ഇവിടെ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും, അമ്മ കുറെ വർഷങ്ങളായി 6 വർഷമായി അമ്മയും അച്ഛനും ഇവിടെ ഉണ്ട്. അമ്മ ഇവിടെ അടുത്തൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, അച്ഛനും ജോലി ചെയ്യുന്നുണ്ട്. ഈ കൂടെ വന്നിട്ടുള്ള ബന്ധുവും അവരെ അസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതാണ് അവരെ കുറിച്ചുള്ള വിവരങ്ങൾ. ഏറ്റവും പുതിയ വിവരങ്ങൾ അത് തന്നെയാണ് ബന്ധു പറഞ്ഞത്. പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ശരി, സ്മിത ഹരിദാസ് ആണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആലുവയിൽ 12 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് ഇപ്പോൾ ആൺസുഹൃത്തിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന വാർത്ത പുറത്തുവരുന്നത്. റമൽ ചുഴലിക്കാറ്റ് പശ്ചിമ ബംഗാളിൽ കരതൊട്ടു. മണിക്കൂറിൽ 110 മുതൽ 120 കിലോമീറ്റർ വരെ വേഗത്തിലാണ് കാറ്റ് വീശുന്നത്. കൊൽക്കത്ത വിമാനത്താവളം അടച്ചിട്ടു. പശ്ചിമ ബംഗാളിലെ തീരപ്രദേശത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
മണിക്കൂറിൽ 110 മുതൽ 120 കിലോമീറ്റർ വരെ വേഗത്തിലാണ് ബംഗ്ലാദേശിലെ ഖാപ്പുപറയ്ക്കും പശ്ചിമ ബംഗാളിലെ സാഗർ ദ്വീപിനും മധ്യേ റമാൽ ചുഴലിക്കാറ്റ് കരതൊട്ടത്. കൊൽക്കത്ത, ഹുബ്ലി, ഹൗറ എന്നിവിടങ്ങളിൽ കനത്ത മഴയാണ്. സൗത്ത് 24 പർഗാനാസ് ജില്ലയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ദേശീയ ദുരന്ത നിവാരണ സേന മരങ്ങൾ മുറിച്ചുമാറ്റുകയാണ്. കൊൽക്കത്ത വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ശ്യാമപ്രസാദ് മുഖർജി തുറമുഖവും പ്രവർത്തനം നിർത്തിവെച്ചു. ഈസ്റ്റേൺ, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ചില ട്രെയിനുകൾ റദ്ദാക്കി. ബംഗാളിലെ തീരപ്രദേശങ്ങളിൽ നിന്ന് 1 ലക്ഷത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. ചുഴലിക്കാറ്റ് ബാധിക്കുന്ന പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന സജ്ജമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അറിയിച്ചു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി തെക്കൻ ബംഗാൾ തീരത്ത് 14 NDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. കരസേന, നാവികസേന, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ സേനകളും ചുഴലിക്കാറ്റിനെ നേരിടാൻ സജ്ജമാണ്. ത്രിപുരയിൽ സംസ്ഥാന സർക്കാർ 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ഇതോടെ പ്രഭാത വാർത്ത പൂർത്തിയാവുന്നു.